ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. 20 വർഷം മുമ്പോ അല്ല 30 അനങ്ങാതിരിക്കുക പാക്ക് ഇരിക്കാം ഇതിരിക്കാം. പിന്നെ വേറെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിക്കല്ലിൻ്റെ അസുഖത്തിന് അതിൻ്റെ വേദനയാണ്. അല്ല, ഞാനല്ല ചെയ്തത്. എല്ലാം 100% എനിക്കറിയാം. കാരണം ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. എടാ, ഇത് വയറ്റിലൊന്നും ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, അത് തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇതിരുന്നുകൊണ്ടൊന്നും ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതുമാണ്. ഇപ്പോൾ വെച്ചതാണെന്നുള്ളതിന് ഒരു തെളിവില്ല. അതാണ് ഡോക്ടറമ്മ പറയുന്നത് കേട്ടില്ലേ? ഡോക്ടർ സാറ് പറഞ്ഞില്ലേ, ഇപ്പോൾ അവരതിനൊന്നും അല്ല പോയത്. അവർക്ക് കിഡ്നി സ്റ്റോൺ ആണ്, അവർക്ക് മൂത്രത്തിക്കല്ലിൻ്റെ അസുഖത്തിനാണ് അവർ പോയത്. നമ്മൾ വെറുതെ ഡോക്ടറമ്മ തെറ്റിദ്ധരിച്ചു. അല്ല, കത്രിക ഇരുന്നതിൻ്റെ പ്രശ്നമൊന്നും ആയിരുന്നില്ല. കത്രിക 50 കൊല്ലം ഇരുന്നാലും ഒരു കുഴപ്പമില്ല. ഡോക്ടറമ്മ ഉറപ്പ് പറഞ്ഞില്ലേ, പിന്നെ ഇനി നമ്മൾ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ ഡോക്ടർമ്മ പറയുന്നത് കേട്ടില്ല, എത്ര ഈസി ആയിട്ട്, എത്ര സില്ലി ആയിട്ടാണ് പറയുന്നത് അല്ലേ? അതായത് എൻ്റെ കത്രിക ഇങ്ങനല്ല. 5 വർഷം മുമ്പ് ഞാൻ കത്രിക വെച്ചു എന്നുള്ളത്, കത്രിക അതിനകത്ത് വെച്ച് തുന്നി. അത് ഇനിയിപ്പോൾ അതിന് മുന്നേ അവർ വേറൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതാണ്. ഇനി അന്ന് വെച്ചാണെന്ന് അറിയത്തില്ലല്ലോ. കാരണം 5 അല്ല 50 വർഷം വെച്ചാൽ ഈ കത്രിക അകത്ത് വെച്ച് തുന്നി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇതുമായിട്ട് മുന്നോട്ട് പോകാം, ഒരു കുഴപ്പമില്ല. ഡോക്ടറുടെ വയറ്റിൽ തന്നെ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്നറിയാമോ? ഒരു മഴുവുണ്ട്, ഒരു കത്രികയുണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഡോക്ടർ അത് ഇതൊക്കെ നമ്മളിങ്ങനെ കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് വയറ്റിൽ ഇങ്ങോട്ട് എടുക്കുക, നമ്മുടെ കാര്യം നടത്തുക, വീണ്ടും അത് വയറ്റിലേക്ക് തന്നെ നിക്ഷേപിക്കുക. എന്ത് നല്ല പരിപാടി അല്ലേ? നല്ല ട്രീറ്റ്മെൻറ്റ്, ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സിസ്റ്റങ്ങളൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത്. അപ്പോൾ അത് ഡോക്ടർ ഒന്ന് പരീക്ഷിച്ചെന്നുള്ളതേ ഉള്ളൂ രോഗിയെ. അപ്പോൾ ഡോക്ടറിൻ്റെ വയറ്റിൽ ഇതുപോലുള്ള പല സാധനങ്ങളും ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും വേറെ ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി എക്സ്റേയും സ്കാനും ഒക്കെ ഒന്ന് എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും, വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെന്ന്. പക്ഷേ ഡോക്ടർ വെക്കുന്ന സാധനമൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കത്രികയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നും വരത്തില്ല, വേറെ അസുഖമൊന്നും വരത്തില്ല. 50 കൊല്ലം ജീവിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ചേച്ചി ഒന്നുകൊണ്ടല്ല, ചേച്ചിയല്ല ചേട്ടനായാലും ആരായാലും പേടിക്കേണ്ട ഒരാവശ്യമില്ല, എത്ര നാൾ വേണമെങ്കിലും. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തെറ്റ് പറ്റിപ്പോയി എന്നാൽ അതിനൊരു സോറി പറയുക, അല്ലെങ്കിൽ അത് സമ്മതിച്ചു. സോറി അവർ പറയുന്നുണ്ടില്ലെന്നല്ല, പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് വലിയൊരു മനസ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ ആ സ്ത്രീ ചെയ്യുന്നത്, അത് തെറ്റ് ചെയ്തവൻ പോരാഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ 50 വർഷം അത് വെച്ച് ജീവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ വിടുവായത്തിനെ അങ്ങ് വിളിച്ച് പറയുകയാണ് ചെയ്യേണ്ടത്. ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്യല്ല, ശരിക്കും ഇപ്പോൾ റിട്ടയർ ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ വേറൊരു പ്രശ്നം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, മന്ത്രിമാർ തമ്മിലാണ് ഇനി അടുത്ത പ്രശ്നം വരാൻ പോകുന്നത്. ശൈലജ ടീച്ചർ ഇനിയിപ്പം ചോദിക്കും, ഇനിയും 5 വർഷം മുന്നേ എന്ന് പറഞ്ഞതുകൊണ്ട് ആ സമയത്ത് ശൈലജ ടീച്ചറാണല്ലോ നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടിരുന്നത്. അപ്പം ഇനിയിപ്പോൾ ശൈലജ ടീച്ചർ ചിലപ്പം പറയും, ഇനിയിപ്പോൾ ആ ക്രെഡിറ്റൂടെ എനിക്ക് ഞാൻ ഏൽക്കണമല്ലോ എൻ്റെ ദൈവമേ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ശൈലജ ടീച്ചർ ഇരിക്കുന്നത്. എന്തായാലും അവനവൻ്റെ ഹെൽത്ത് അവനവൻ സൂക്ഷിച്ചാൽ കൊള്ളാം, അവനവൻ്റെ ആരോഗ്യം അവനവൻ സൂക്ഷിച്ചാൽ കൊള്ളാം. താങ്ക് യു ഫോർ വാച്ചിങ്.